ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലാഗുറെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വൺ ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ റേഡിയൽ പാർട്ടും ആംഗുലർ പാർട്ടും കാണും. അപ്പോൾ അതിൻ്റെ റേഡിയൽ പാർട്ടിനെ ഡിഫൈൻ ചെയ്യാനാണ് ലാഗുറെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ലാഗുറെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണാം. എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 1 minus x dy by dx plus ny is equal to 0. ഇത് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെയാണ്. 4 തവണ സീരീസ് സൊല്യൂഷൻ ചെയ്തതാണ്. പല പല ബെസൽസ്, ലെജൻഡർ, ഹെർമൈറ്റ് എല്ലാത്തിനും ഈ സീരീസ് സൊല്യൂഷനാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പോസ് ചെയ്തിട്ട് തന്നെ വേണം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സീരീസ് സൊല്യൂഷൻ y is equal to summation over r is equal to 0 to infinity ar x raised to a plus r. അപ്പോൾ എന്താ വേണ്ട, ഡി സ്ക്വയർ ബൈ ബൈ ഡി എക്സ് സ്ക്വയർ വേണം, ഡി വൈ ബൈ ഡി എക്സ് വേണം. അത് രണ്ടും കണ്ടുപിടിച്ചു. ഓക്കെ, ഇത് ഓക്കെ. അത് കഴിഞ്ഞിട്ട് അതിനെ രണ്ടിനെ ഇത് ഡി വൈ ബൈ ഡി എക്സ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വൈ, ഇതിനെ മൂന്നിനെ ഈ ക്വസ്റ്റനിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഫോമാണ് ഇത്. 1 minus x plus n into y is equal to 0. ഇനി ഇതിൻ്റെ അകത്ത് ചെറിയ റേഞ്ചിനടുത്ത് ഇതിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കും. അപ്പോൾ കെ സ്ക്വയർ പ്ലസ് കെ ആർ മൈനസ് കെ പ്ലസ് കെ ആർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് ആർ എന്ന് വരും. ആർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് ആർ എന്ന് വരും. ഇവിടെ ഈ 1 minus x ഉള്ളത് കൊണ്ട് ഇതിനെ രണ്ട് ടേം ആക്കുക. ഓക്കെ, 1 ഇൻറ്റു ഇത് ഒരു ടേമും മൈനസ് എക്സ് ഇൻറ്റു ഇത് അടുത്ത ടേമും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ കെ എക്സ് റേസ് ടു കെ പ്ലസ് ആർ മൈനസ് 2 ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 2വിനെ ഇവിടെ ഒരു എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും എക്സ് റേസ് ടു കെ പ്ലസ് ആർ മൈനസ് 1 ആയിക്കോളും. ഓക്കെ, ഇവിടെ ഒരു 1 ഇൻറ്റു എ ആർ ഇൻറ്റു കെ പ്ലസ് ആർ ഇൻറ്റു എക്സ് റേസ് ടു കെ മൈനസ് അല്ല കെ പ്ലസ് ആർ മൈനസ് 1 ഉണ്ട്. അപ്പോൾ ഇതൊരു എക്സ് റേസ് ടു കെ പ്ലസ് ആർ മൈനസ് 1ൻ്റെ ടൈം ഒരെണ്ണം ഇത് ഒന്നിത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്തതാണ് ഇത്. അതിൻ്റെ അകത്ത് എനിക്ക് കെ സ്ക്വയർ പ്ലസ് 2kr പ്ലസ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ മൈനസ് കെ പ്ലസ് ആർ എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ തന്നെ ഈ ഫോമിൽ എഴുതാം. കെ സ്ക്വയർ പ്ലസ് 2kr പ്ലസ് ആർ സ്ക്വയർ മൈനസ് കെ പ്ലസ് ആർ എന്ന് എഴുതാം. അപ്പോൾ എന്നിട്ട് ഈ എക്സ് റേസ് ടു കെ പ്ലസ് ആർ മൈനസ് 1ൻ്റെ കോഎഫിഷ്യൻറ്റുകളെ ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു എ ആർ ഇൻറ്റു കെ പ്ലസ് ആറും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഈ ടേം ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് വരും, ഈ ടേമുകൾ പ്ലസ് കെ പ്ലസ് ആറും വരും. അപ്പോൾ ഈ മൈനസ് കെ പ്ലസ് ആറും പ്ലസ് കെ പ്ലസ് ആറും ക്യാൻസൽ ചെയ്യാം. ഇത് കെ പ്ലസ് ആർ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് ഈ ടൈം. അതുകൊണ്ട് എനിക്ക് എ ആർ എല്ലാത്തിനും കോമൺ ആണ്, എടുത്ത് പുറത്തിട്ടു. കെ പ്ലസ് ആർ സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ടു കെ പ്ലസ് ആർ മൈനസ് 1 മൈനസ് ഇനി എക്സ് റേസ് ടു കെ പ്ലസ് ആറിൻ്റെ കോഎഫിഷ്യൻറ്റ് ഈ ഇപ്പോൾ 1 ഇൻറ്റു ഈ ടൈം തന്നെയാണ് നമ്മൾ ഈ കൂട്ടത്തിൽ എഴുതിയത്. ഇനി മൈനസ് എക്സ് ഇൻറ്റു ഈ ടൈം വരുമ്പോഴത്തേനും മൈനസ് എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും എക്സ് റേസ് ടു കെ പ്ലസ് ആർ ആയിക്കോളും. ഓക്കെ, മൈനസ് എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും എക്സ് റേസ് ടു കെ പ്ലസ് ആർ ആയിക്കോളും. അപ്പോഴത്തേനും കോഎഫിഷ്യൻ്റ് എടുത്ത് കഴിയുമ്പോൾ കെ പ്ലസ് ആർ ഇവിടെ ഒരു എൻ ഉണ്ട്, ഒരു മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. അപ്പോൾ കെ പ്ലസ് ആർ മൈനസ് എൻ ഇൻറ്റു എക്സ് റേസ് ടു കെ പ്ലസ് ആർ ഈക്വൽ ടു 0. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി സമ്മേഷനാണ്. എക്സിൻ്റെ എല്ലാ പവറും 0 ആയിരിക്കണം. എക്സിൻ്റെ എല്ലാ കോഎഫിഷ്യൻ്റ് 0 ആയാലേ ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് എക്സിൻ്റെ എല്ലാ പവറും 0, എക്സിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ 0യോട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് ആദ്യം എക്സിൻ്റെ ലീസ്റ്റ് പവർ ആർ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എക്സിൻ്റെ ലീസ്റ്റ് പവർ എന്ന് പറയുമ്പോൾ ആർ 0 കൊടുത്ത് കഴിയുമ്പം എക്സ് റേസ് ടു കെ മൈനസ് 1, എക്സ് റേസ് ടു 0 കൊടുത്ത് കഴിയുമ്പോൾ എക്സ് റേസ് ടു കെ. അപ്പോൾ എക്സ് റേസ് ടു കെ മൈനസ് 1 ആണ് ഏറ്റവും ചെറിയ പവർ, എക്സിൻ്റെ ഏറ്റവും ചെറിയ പവർ. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റായ ഇത് 0യോട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ A0 ഇൻറ്റു R0 ആണ്. അപ്പോൾ A0 ഇൻറ്റു കെ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കെ 0 ആയെങ്കിൽ
A0 എന്നാണ് 0 അല്ല ഫസ്റ്റ് ടൈമാണ്, അത് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് k ഈക്വൽ ടു 0 ആയിരിക്കണം. അടുത്തതായിട്ട് എക്സ് റേസ് ടു കെ പ്ലസ് ആറിൻ്റെ അടുത്തതായിട്ട് എക്സ് റേസ് ടു കെ പ്ലസ്, അപ്പോൾ നമുക്ക് k ഈക്വൽ ടു 0 എന്ന് കിട്ടി. മുമ്പ് നമ്മൾ പല കേസിലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകിൽ k ഈക്വൽ ടു 0, 0 ഓർ 1, അല്ലെങ്കിൽ ഒരു കൃത്യം k ഈക്വൽ ടു 0 എന്ന് പറയാൻ ഉള്ള ഫോമിലല്ല കിട്ടുന്നത്. കെയ്ക്ക് രണ്ട് വാല്യൂ എടുക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വാല്യൂ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നതുപോലെയാണ് ഈ ബെസൽസിലും ലെജൻഡറിലും ഹെർമൈറ്റിലും ഒക്കെ ഇടുന്നത്. പക്ഷേ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ k ഈക്വൽ ടു 0 ഒരു കൃത്യം വാല്യൂ k 0 ആയിരിക്കണം എന്നുള്ളൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അധികം കോംപ്ലിക്കേഷൻ ഇല്ല. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ജനറൽ ഫോമിലേക്ക് പോവാണ്. എക്സ് റേസ് ടു കെ പ്ലസ് ആർ. ഈ ഫോർമാറ്റ് പറഞ്ഞിരുന്നു ആദ്യമേ. സൊല്യൂഷൻ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കോഎഫിഷ്യൻറ്റ് ഈക്വൽ ടു 0 എന്ന് പറയുന്നു, അത് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ കെയുടെ വാല്യൂ എന്താണെന്ന് നോക്കുന്നു. ഇനി എന്താണ് ജനറൽ ഫോം എന്താണെന്ന് നോക്കുക. അപ്പോൾ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു കെ പ്ലസ് ആറിൻ്റെ കോഎഫിഷ്യൻറ്റ് എടുക്കുക. എക്സ് റേസ് ടു കെ പ്ലസ് ആറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ഇതുണ്ട്. പിന്നെ ഇവിടെ കെ പ്ലസ് ആറിൻ്റെ കോഎഫിഷ്യൻറ്റ് പറഞ്ഞെങ്കിൽ അടുത്ത ടൈം എടുക്കണം. എക്സ് റേസ് ടു കെ ആറിന് ആർ പ്ലസ് 1 വന്നാൽ ആർ പ്ലസ് 1 മൈനസ് 1 വന്ന് ക്യാൻസൽ ചെയ്തു എക്സ് റേസ് ടു കെ പ്ലസ് ആറിൻ്റെ കോഎഫിഷ്യൻറ്റ് ഈ ടൈമിൽ കിട്ടത്തുള്ളൂ. സമ്മേഷൻ ആണല്ലോ. അപ്പോൾ അവിടെ അതിന് ആറിന് പകരം ആർ പ്ലസ് 1 എന്ന് കൊടുത്തു. ആർ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് ആർ പ്ലസ് 1 ഹോൾ സ്ക്വയർ, ആർ പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എ ആർ ഇൻറ്റു കെ പ്ലസ് ആർ മൈനസ് എൻ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എ ആർ പ്ലസ് 1 ഈക്വൽ ടു ഈ ടൈം ഇൻറ്റു എ ആറിന് ചേർന്നു. നമ്മൾ മുമ്പേ കണ്ട ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ എ ആർ പ്ലസ് 2ഉം എ ആറും തമ്മിലുള്ള റിലേഷൻസ് ആയിരുന്നു കണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നിടവിട്ടുള്ള ടേംസ് തമ്മിലുള്ള റിലേഷൻസ് ആണ് കണ്ടത്. പക്ഷേ ഇവിടെ നോക്കിയാൽ ഒരു ടേമും അടുത്ത ടേമും തമ്മിലുള്ള എ ആറും എ ആർ പ്ലസ് 1 തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അത് ഇനി കൂടുതൽ മുന്നോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആറിന് 2 കൊടുക്കുക, അല്ലെ ആറിന് ഈവൻ ടേംസ് കൊടുക്കുക, ഓഡ് ടേംസ് കൊടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടായിരുന്നു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എ ആർ പ്ലസ് 1 ഈക്വൽ ടു എ ആർ. അടുത്തടുത്ത ടേമുകൾ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് കെ വാല്യൂ 0 ആണെന്നറിയാം. ഇപ്പോൾ രണ്ടിടത്തും 0 കൊടുക്കുക. എന്നിട്ട് ആറിന് 0, 1, 2, 3 ആറിന് 0, 1, 2, 3 എന്നുള്ള വാല്യൂസ് കൊടുത്ത് നമുക്ക് A1ഉം A2 A3 ഒക്കെ കിട്ടും. A0 നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷനാണ്. അത് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ k ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പോൾ എ ആർ പ്ലസ് 1 ഈക്വൽ ടു ആർ മൈനസ് എൻ ഡിവൈഡ് ബൈ ആർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു എ ആറിന് കിട്ടി. ഇപ്പോൾ ആറിന് 0, 1, 2, 3 വാല്യൂസ് കൊടുക്കുക. അപ്പോൾ A1 ഈക്വൽ ടു ഇവിടെ നോക്കിയറിയാം ആറിന് 0 കൊടുത്തിട്ട് മൈനസ് എൻ ഡിവൈഡ് ബൈ 1 സ്ക്വയർ എന്ന് വരും. അപ്പോൾ മൈനസ് എൻ ഇൻറ്റു A0. ഓക്കെ, A0 വരുമ്പോഴാണ് A1 കിട്ടുന്നത്. ഓക്കെ, അടുത്തത് A2 കൊടുത്തു 1 മൈനസ് എൻ ഡിവൈഡ് ബൈ 1 പ്ലസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു A1. A1 എന്താണെന്നറിയാം, മൈനസ് 1 ഇൻറ്റു എൻ ഇൻറ്റു A0. ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ കിട്ടും. A3 കണ്ടുപിടിക്കുന്നു. ജനറൽ ഫോമായിട്ട് എ ആർ ഈക്വൽ ടു n1 r n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു അപ് ടു n മൈനസ് r മൈനസ് 1 വരെ ചെയ്യുന്നു. അപ്പോൾ അതിന് n മൈനസ് r പ്ലസ് 1 നൽകുക ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ സ്ക്വയർ ഇൻറ്റു A0. ഓക്കെ, അപ്പോൾ k 0 ആണെന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ജനറൽ സൊല്യൂഷൻ്റെ ഫോമാണ്. എ ആർ ഇൻറ്റു എക്സ് റേസ് ടു കെ പ്ലസ് ആർ. k 0 ആണെങ്കിൽ എ ആർ ഇൻറ്റു എക്സ് റേസ് ടു ആർ എന്ന് എഴുതാമല്ലോ. k 0 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ A0 പ്ലസ് A1x പ്ലസ് A2x സ്ക്വയർ പ്ലസ് അങ്ങനെ ഒരു സീരീസ് പോകുന്നു. നമ്മൾ A1, A2, A3 ഒക്കെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ A0 ഇൻറ്റു 1 മൈനസ് NX പ്ലസ് ആ ടൈംസ് അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ അതിനെ പിന്നെ ഒരു സമ്മേഷൻ ഫോമിലേക്ക് മാറ്റുന്നു. A0 ഇൻറ്റു സമ്മേഷൻ r ഈക്വൽ 0 ടു ഇൻഫിനിറ്റി മൈനസ് 1 റേസ് ടു r n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു r ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ സ്ക്വയർ. ഓക്കെ, ഇനി ഇതിനെ എനിക്ക് ഈ ടേംസിനെ എനിക്ക് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിന് പകരം
എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം ഈ എൻ ഫാക്ടോറിയലിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു അപ് ടു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ എഴുതാം. ഓക്കെ, അപ്പോൾ ആ ടൈം ക്യാൻസൽ ചെയ്താൽ മിച്ചം കിട്ടുന്ന ടേംസാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടിയാണ് എൻ ഫാക്ടോറിയലിൻ്റെ എൻ മൈനസ് ആർ ഫാക്ടോറിയലിന് ഈ ടേംസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ y ഈക്വൽ ടു a0 ഇൻറ്റു ഈ വാല്യൂ എന്ന് കിട്ടി. അപ്പോൾ n ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണ്. നമ്മൾ ഇനീഷ്യൽ വാല്യൂ നമ്മുടെ a0 നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ a0 1 ആയിട്ടും കൊടുത്തു. അങ്ങനെയാണ് സീരീസ് സൊല്യൂഷൻ എങ്ങനെ വരും? a0 1 ആണെങ്കിൽ y ഈക്വൽ ടു ഈ വാല്യൂ തന്നെ വരും. അതിനെയാണ് ലാഗുറെ പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലാഗുറെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് കിട്ടുന്നതാണ് ലാഗുറെ പോളിനോമിയൽ ln of x. ഓക്കെ, അപ്പോൾ ln of x എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ. ഓക്കെ, അങ്ങനെയാണ് ജനറൽ സൊല്യൂഷനായിട്ട് y ഈക്വൽ ടു a ഇൻറ്റു ln of x എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ലാഗുറെ പോളിനോമിയൽസിൻ്റെ പ്ലോട്ട്. അടുത്തതായിട്ട് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ln of x, ലാഗുറെ പോളിനോമിയൽ ln of x. ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷൻ ഉണ്ടായി, ആ ഫംഗ്ഷൻ്റെ എക്സ്പാൻഷൻ്റെ അകത്ത് ഇവിടെ ഇസഡിൻ്റെ കോയിഫിഷ്യൻസ്, ഇസഡിൻ്റെ ഇസഡ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് L2 of x ആയിരിക്കും. ഇസഡ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻറ്റ് L3 of x ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു സീരീസ് എക്സ്പാൻഷൻ കിട്ടുമ്പോഴാണ്, അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനെയാണ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ f of x is equal to e raised to minus xz divided by 1 minus z divided by 1 minus z ആണ്. അപ്പോൾ ഈക്വൽ ടു സമ്മേഷൻ r equal to 0 to infinity ln of x into z raised to n. അതായത് ഇസഡിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ ln സമ്മേഷനാണ് ഇസഡിൻ്റെ കോയിഫിഷ്യൻസ് നമ്മുടെ ലാഗുറെ പോളിനോമിയൽസ് ആണ്. മോഡ് ഇസഡ് ലെസ് ദാൻ 1 ആയിരിക്കും. പ്രൂഫ്. ഓക്കെ, അപ്പോൾ പ്രൂഫ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ ജനറേറ്റിംഗ് ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷനും ആയിരിക്കോട്ടെ, പ്രൂഫ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. പ്രൂഫ് ചെയ്യാൻ പറഞ്ഞാൽ ഇസഡ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുക. ഇസഡ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻറ്റ് എൽ ഈക്വൽ ടു എൽ എൻ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതായത് നമ്മൾ ആദ്യം നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ജനറേറ്റിംഗ് ഫംഗ്ഷൻ അറിയാമല്ലോ. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യാനാണ് പറയുക. അപ്പോൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തിട്ട് ഇസഡ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്, ആ എക്സ്പാൻഷനകത്ത് ഇസഡ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് ln of x ആണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, അതാണ് ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെയും ജനറേറ്റീവ് ഫംഗ്ഷൻ എൻ്റെ ബേസിക് പ്രോസസ്സ് അതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. ഈക്വൽ ടു ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, അല്ല ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് അല്ല എക്സ് സ്ക്വയർ പ്ലസ്, ഓക്കെ, ആ എക്സ്പാൻഷൻ ഉണ്ടല്ലോ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അപ്പോൾ അതിനെ എനിക്ക് സമ്മേഷൻ ഈ എക്സ് റേസ് ടു ആർ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ ആക്കാൻ മതി. ഓക്കെ, ഈ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ സമ്മേഷൻ ഓവർ ആർ. അപ്പോൾ ആ ഫോമിൽ ഇവിടെ എക്സിൻ്റെ ഈ മൈനസ് എക്സ് ഇസഡ് ഡിവൈഡ് ബൈ 1 മൈനസ് ഇസഡ് എന്ന് പറഞ്ഞ ടൈമാണ്. അപ്പോൾ അത് ആ ടൈംസിൽ 1 മൈനസ് സമ്മേഷൻ ഓവർ ഇതുപോലെ തന്നെ സമ്മേഷൻ 1 ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു ഇത് റേസ് ടു ആർ. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് മൈനസ് 1 റേസ് ടു ആറിന് ഇവിടെ ഒരു മൈനസ് 1 റേസ് ടു ആറുണ്ട്, അതിനെടുത്ത് പുറത്തിട്ടു ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു ഈ 1 മൈനസ് ഇസഡിനെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി എഴുതി. അപ്പോൾ 1 മൈനസ് ഇസഡ് റേസ് ടു ആർ പ്ലസ് 1 ആയി. എക്സ് റേസ് ടു ആർ ഇൻറ്റു ഇസഡ് റേസ് ടു ആർ, എക്സ് റേസ് ടു ആർ ഇൻറ്റു ഇസഡ് റേസ് ടു ആർ. എന്നിട്ട് ഈ അടുത്ത സ്റ്റെപ്പിൽ ഈ 1 മൈനസ് ഇസഡ് റേസ് ടു ആർ പ്ലസ് 1നെ ന്യൂമറേറ്ററിലേക്ക് കയറ്റി. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സ്പാൻഷൻ വേണം. ഇതിൻ്റെ എക്സ്പാൻഷൻ ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് പ്ലസ് എക്സ് റേസ് ടു n, ബൈനോമിയൽ തിയറിൻ്റെ എക്സ്പാൻഷൻ എൻ സി 0 ഫസ്റ്റ് ടൈം ഇൻറ്റു റേസ് ടു എൻ പ്ലസ് എൻ സി 1 ഫസ്റ്റ് ടൈം റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു സെക്കൻഡ് ടൈം. ഓക്കെ, ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ച് ഇതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കിട്ടുന്ന ഫോർമാറ്റാണ് ഇത്. ഓക്കെ, ഈ ടൈമിൻ്റെ
എക്സ്പാൻഷനാണ് എഴുതിയിരിക്കുന്നത്. ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി പ്ലസ് 1 ആർ പ്ലസ് 2 അപ് ടു ആർ പ്ലസ് എസ് ഡിവൈഡ് ബൈ എസ് ഫാക്ടോറിയൽ ഇൻറ്റു ഇസഡ് റേസ് ടു എസ്. ഓക്കെ, അപ്പോൾ ഇതിനെ എനിക്ക് ആർ പ്ലസ് എസ് ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഈ ടേമിനെ ആർ പ്ലസ് എസ് ഫാക്ടോറിയൽ എന്ന് എഴുതാം. പക്ഷേ ആർ പ്ലസ് എസ് ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റത്തില്ല. ആർ പ്ലസ് 1 കഴിഞ്ഞിട്ട് പുറകോട്ട് പിന്നെയും ടേംസ് ഉണ്ട്. ഓക്കെ, അടുത്ത ടൈം എന്തായിരിക്കും? ഇതിൻ്റെ പുറകോട്ടുള്ള അടുത്ത ടൈം ആറായിരിക്കും. അടുത്ത 6 - 1 ആയിരിക്കും. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ആർ ഫാക്ടോറിയൽ ടേംസും കൂടെ ഈ പുറകോട്ട് വരും. എനിക്ക് ഈ ടൈമിനെ ആർ പ്ലസ് 1 എസ് ഫാക്ടോറിയൽ എന്ന് എഴുതണമെങ്കിൽ അപ് ടു 1 വരെ വരും. അപ്പോൾ ഇവിടെ ഒരു ആർ ഫാക്ടോറിയൽ ടൈമും കൂടെ എക്സ്ട്രാ വരും എനിക്ക് ആർ പ്ലസ് എസ് ഫാക്ടോറിയൽ എന്ന് എഴുതണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഒരു ആർ ഫാക്ടോറിയൽ വെച്ച് ഡിനോമിനേറ്റർ ഒരു ഡിവിഷനും കൂടെ നടത്തി. അപ്പോൾ ആർ ഫാക്ടോറിയൽ ഡിവൈഡ് ആർ ഫാക്ടോറിയൽ പോയി. അപ്പോൾ ആർ പ്ലസ് എസ് ഇത്രയും ടൈംസ് വരും. ഓക്കെ, അതിനുവേണ്ടിയാണ് ഒരു ആർ ഫാക്ടോറിയൽ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഈ ഭാഗത്തിന് മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഇസഡ് റേസ് ടു എൻ. ഇനി ഇതിൻ്റെ ഇസഡ് റേസ് ടു എസും ഇസഡ് റേസ് ടു ആറും ഉണ്ട്, രണ്ടും കൂടെ ക്ലബ് ചെയ്യുന്നു. അപ്പോഴത്തേനും -1 റേസ് ടു ആർ പ്ലസ് എസ് ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എസ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു ആർ ഇൻറ്റു ഇത് രണ്ടും ക്ലബ് ചെയ്ത് ഇസഡ് റേസ് ടു ആർ പ്ലസ് എസ്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? കോഎഫിഷ്യൻ്റ് ഓഫ് ഇസഡ് ആണ് വേണ്ടത്. ഇസഡ് റേസ് ടു എൻ ആണ്. ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഈ ആർ പ്ലസ് എസിനെ ഞാൻ ഈക്വൽ ടു എൻ എന്ന് വിളിച്ചു. ആർ പ്ലസ് എസിനെ എൻ എന്ന് വിളിച്ചു. ഓക്കെ, ആർ പ്ലസ് എസിനെ എൻ എന്ന് വിളിച്ചു. അത് ഇവിടെ നമുക്ക് സമ്മേഷൻ ഓവർ ആർ എസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആണ്, 0 ടു എൻ ആണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഒരു ആറിനൊരു ഫിക്സഡ് വാല്യൂ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സമ്മേഷൻ ഓവർ എസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, ഒരു ഫിക്സഡ് വാല്യൂ ഓഫ് ആറിന് ആർ പ്ലസ് എസ് ഈക്വൽ ടു എൻ ആണ്. അപ്പോൾ എനിക്ക് എസ് ഈക്വൽ ടു എൻ മൈനസ് ആർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എസിന് പകരം എൻ മൈനസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ -1 റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ആർ പ്ലസ് എസിനെ എൻ ഫാക്ടോറിയൽ എന്ന് വിളിച്ചു. ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ആണ് എസ്. എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ എക്സ് റേസ് ടു ആർ, അതായത് ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ്. പക്ഷേ സമ്മൻ ഇതൊറ്റ വാല്യൂവിനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ ആർ വാല്യൂവിന് കിട്ടുന്ന ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റാണ് ഈ എഴുതിയിരിക്കുന്നത്. പക്ഷേ ആറിന് കുറേ വാല്യൂസ് എടുക്കാം, 0 ടു എൻ വാല്യൂസ് എടുക്കാം. അപ്പോഴത്തേനും ഒരൊറ്റ ആർ വാല്യൂവിന് കിട്ടുന്ന അതായത് ഇസഡ് റേസ് ടു എന്നിന് പല ആർ വാല്യൂസ് അനുസരിച്ച് കുറേ ടൈംസ് കാണും. ഓക്കെ, സമ്മേഷൻ കുറേ ടൈംസ് ഇൻറ്റു ഇസഡ് റേസ് ടു എൻ എന്നാണ് വരുന്നത്. അപ്പോൾ ആറിൻ്റെ ഒരു ആർ വാല്യൂവിനുള്ള കോഎഫിഷ്യൻ്റാണ് എഴുതിയേക്കുന്നത്. പക്ഷേ ആറിന് കുറേ വാല്യൂസ് എടുക്കാം. അപ്പോൾ അതിനെല്ലാം കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സമ്മേഷൻ കൊണ്ടുവരണം. അപ്പോൾ എസ് ഈക്വൽ ടു എൻ മൈനസ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എൻ മൈനസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, ആ കണ്ടീഷൻ വെച്ച് നെറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് ഇസഡ് റേസ് ടു എൻ സമ്മേഷൻ ആർ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി -1 റേസ് ടു ആർ എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇതായി. ഓക്കെ, ഇത് ഒരാളുടെ കോഎഫിഷ്യൻ്റ്. ഓക്കെ, അതിനെ ഈ സമ്മേഷനകത്തോട്ട് കൊണ്ടുവരുന്ന കഴിയുമ്പോഴത്തേനും ഒരു ആർ ഫാക്ടോറിയലും കൂടെ കാണും. ഓക്കെ, സമ്മേഷൻ എടുത്ത് കഴിയുമ്പോഴത്തേനും ഡിവൈഡ് ഒരു ആർ ഫാക്ടോറിയൽ വരും. അപ്പോൾ ആർ ഫാക്ടോറിയൽ സ്ക്വയർ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു ആർ ഈക്വൽ ടു ln ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടി? ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ഈ വാല്യൂ എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ln ഓഫ് എക്സ് തന്നെയാണ്. മുമ്പേ കണ്ടുപിടിച്ച ln ഓഫ് എക്സ് വാല്യൂ തന്നെയാണ് ഇപ്പം നമുക്ക് ഉത്തരമായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈക്വൽ ടു ln ഓഫ് എക്സ് എന്ന് എഴുതും. അപ്പോൾ ഇത് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഈ ഫംഗ്ഷൻ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. അങ്ങനെ എഴുതി സമ്മേഷൻ ഇൻഫിനിറ്റി ln ഓഫ് എക്സ് ഇൻറ്റു ഇസഡ് റേസ് ടു എൻ. ഓക്കെ, അടുത്ത് റോഡ്രിഗസ് ഫോർമുല. റോഡ്രിഗസ് ഫോർമുല ഉപയോഗിക്കുന്നത് വെച്ചാൽ ln ഓഫ് എക്സ്, അതായത് ലാഗുറെ പോളിനോമിയൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോമാണ്. അതായത്
തൊട്ട് മുമ്പേ എൽ എൻ ഓഫ് എക്സിന് ഒരു എക്സ്പാൻഷൻ കണ്ടായിരുന്നല്ലോ. ഓക്കെ ഓക്കെ ഇപ്പോൾ ഇത് ഒരു ഹയർ ഓർഡർ ആണെങ്കിൽ ഇപ്പോൾ എൽ 10 ഓഫ് എക്സ് വേണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹയർ വാല്യൂ ആണെങ്കിൽ സമ്മേഷൻ്റെ അത് അത്രയും ടേംസ് കാണും. അത്രയും ടേംസ് എടുത്തിട്ട് 10 ടേംസ് ഉണ്ടെങ്കിൽ ആ 10 ടേംസ് ഈ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്ത് 10 ടേംസ് എടുത്തിട്ട് 10 ടേംസ് സോൾവ് ചെയ്തിട്ട് വേണം എൽ എൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ. പക്ഷേ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാനുള്ള ഫോമാണ് പ്രോഡക്റ്റ് ഫോർമുല. ഓക്കെ, എൽ എൻ ഓഫ് എക്സ് ഇക്വൽ ടു ഇ റൈസ് ടു എക്സ് ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ എന്ത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് കാണുന്നത് ഇതിൻ്റെ പ്രൂഫാണ്. അതും ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഈക്വൽ ടു എൽ എൻ ഓഫ് എക്സ് സമ്മേഷൻ ഓവർ 0 to infinity n equals 0 to infinity ln of x into z raised to n. ഇതിനെ 1 minus z raised to minus 1. ഈ ഇവിടുത്തെ എക്സിനെ ബ്രാക്കറ്റിന് പുറത്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഈ മൈനസ് ഇസഡ് ബൈ 1 മൈനസ് ഇസഡിനെ 1 മൈനസ് 1 ബൈ 1 മൈനസ് ഇസഡ് എന്ന് മാറ്റി എഴുതി. ഇത് രണ്ട് സെയിം ആണ്. ഓക്കെ, അങ്ങനെ മാറ്റി എഴുതി. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ മാറ്റമൊന്നുമില്ല. ഇനി രണ്ട് സൈഡിനെയും n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. n ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. ഓക്കെ, ഇതിനെ ഡിഫറൻഷ്യേഷൻ്റെ അകത്ത് എഴുതി, ഇതിനെ അതുപോലെ തന്നെ എഴുതി. അടുത്തതായിട്ട് നമ്മൾ മുമ്പേ കുറച്ച് മുമ്പേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട ഒരു പാർട്ടിൻ്റെ അകത്ത് കണ്ടായിരുന്നു. n ടൈം ഡിഫറൻഷ്യേഷൻ ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുക, പിന്നെ ഇസഡ് ഈക്വൽ ടു 0 കൊടുക്കുക. അങ്ങനെ ഒരു ഫോർമാറ്റ് കണ്ടായിരുന്നു. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ n ടൈം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അവിടെ കിടക്കട്ടെ, റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 1 + 2x + x² എന്ന് പറഞ്ഞാൽ ഒരു എൽ എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ എന്ന് വിചാരിച്ചു. ഓക്കെ, വെറുതെ ആർബിട്രറി ആയിട്ടൊരു വാല്യൂ പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എനിക്ക് ഇത് L2 ഓഫ് എക്സ് ആണെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ 2 മൈനസ് 4x + x² ആണ് ഡിവൈഡ് ബൈ 2 1/2 ഫാക്ടോറിയലാണ് L2 ഓഫ് എക്സ്. ഓക്കെ, ഞാൻ ഇതിനെ n ഡെറിവേറ്റീവ് എടുത്തു. ഓക്കെ, L2 ഓഫ് എക്സ് ആണ് ഈ വാല്യൂ. ഞാൻ ഇതിനെ n ഡെറിവേറ്റീവ് എടുത്തു. ഇവിടെ n എന്ന് പറഞ്ഞാൽ 2 ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് കിട്ടുന്ന വാല്യൂ 2 ആയിരിക്കും. കാരണം ഇത് 0 ആയപ്പോൾ ഇത് 0 ആയപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോഴത്തേനും 4x, സെക്കൻഡ് ഇത് 0 ആയപ്പോൾ അവസാനം 2x വരും. ഫസ്റ്റ് ഡെറിവേറ്റീവ് 2x വരും, സെക്കൻഡ് ഡെറിവേറ്റീവ് 2 വരും. ഓക്കെ, 2 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ എനിക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറഞ്ഞാൽ x² മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ടേമിൻ്റെ മാത്രം എന്ത് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴേ എനിക്കൊരു വാല്യൂ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ എന്ത് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ സമ്മേഷൻ ഓവർ n ആണ്. ഒരു n-ന് നമ്മൾ വാല്യൂ ഫിക്സ് ചെയ്തു. ഒരു n-ന് 2 ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം L0 ഓഫ് എക്സും L1 ഓഫ് എക്സും ഇവിടെ ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ ഇവരെല്ലാം 0 ആയി പോകും. ഓക്കെ, സമ്മേഷനാണ് L0 ഓഫ് എക്സ്, L1 ഓഫ് എക്സ്, L2 ഓഫ് എക്സ് ഇങ്ങനെ പോവാണ് സീരീസ്. L3 ഓഫ് എക്സ് അങ്ങനെ പോവാണ്. അപ്പോൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു n എടുത്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ n-ന് നമ്മൾ 2 എന്ന് അസ്യൂം ചെയ്താൽ L0യും L1ഉം 0 ആയി പോകും. ഓക്കെ, പിന്നെ വാലിഡ് ആയിട്ടുള്ള വരുന്ന ടേംസ് വരുന്നത് സെക്കൻഡ് ടൈം തൊട്ടേ ഉള്ളൂ. ഓക്കെ, അതും എങ്ങനെയായിരിക്കും? ഇവിടെ നമ്മൾ L2 ഓഫ് എക്സ് കണ്ടുപിടിച്ച് വെച്ചാൽ 2 അല്ലെ 2 ഫാക്ടോറിയൽ എന്നാണ് വരുന്നത്. 2 ഫാക്ടോറിയൽ എന്നാണ് വരുന്നത്. ഓക്കെ, 2 × 1 എന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണ് 2 ഫാക്ടോറിയൽ. ഇപ്പോൾ തേർഡ് L3 ഓഫ് എക്സ് ആണെങ്കിൽ എനിക്ക് 3 × 2 ×
എന്ത് ഡെറിവേറ്റീവ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ എക്സ് ക്യൂബ് ടേം ഉണ്ട്, L3 ഓഫ് എക്സിൻ്റെ അകത്ത് ഒരു എക്സ് ക്യൂബ് ടേം കാണും. ഓക്കെ, അങ്ങനെയാണ് ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു ഇസഡ് എന്ന് വരും. ഓക്കെ, 3 ഇൻറ്റു 2 ഇൻറ്റു ഇസഡ് എന്ന് വരും. ഓക്കെ, ഈ ഒരു ഫോർമാറ്റാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. കാരണം ഓർഡർ ln ഓഫ് എക്സിൻ്റെ അകത്ത് എക്സ് റേസ് ടു എൻ ഓർഡറായിട്ട് വരുന്ന ടേം കാണും. അപ്പോൾ അതിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു അപ് ടു 1 വരെ വരും. അപ്പോൾ അതിനെ എനിക്ക് n ഫാക്ടോറിയൽ എഴുതാം. തൊട്ട് പുറകിലുള്ള ബാക്കി ടൈംസ് എല്ലാം 0 ആയി പോയി. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ n പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു അടുത്ത ടൈം എന്ന് പറയാൻ ഇതുപോലെയാണ്, 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇസഡ് എന്നാണ്. ഒരു 1 ഇല്ല, കാരണം നമ്മൾ ഇതിനെ എക്സ് ക്യൂബിനെ 2 ടൈംസാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും 3 ഇൻറ്റു 2x എന്ന് വരും. ഓക്കെ, ഇവിടെ എക്സിന് പകരം ഇസഡാന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻറ്റു 1ന് പകരം അപ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു ഇസഡ്, അപ്പോൾ ഒരു ഇസഡ് അതിൻ്റെ അകത്തുണ്ട്, ഇൻറ്റു ഒരു 1ന് പകരമായിട്ട് ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ കിട്ടും. അടുത്ത ടൈം കൊടുത്തിപ്പോൾ n പ്ലസ് 2 ഫാക്ടോറിയൽ എഴുതണമെങ്കിൽ 3 ഇപ്പോൾ എന്താ 4 ഇൻറ്റു 3 ഇൻറ്റു 2 3 ഇസഡ് എന്നായിരിക്കും വരുന്നത്, അല്ല 3x എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു 2 ഫാക്ടോറിയലും കൂടെ എടുക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയലും കൂടെ ഇട്ടിട്ട് n പ്ലസ് 2 ഫാക്ടോറിയൽ എന്ന് എഴുതി. ഇത് റീഅറേഞ്ച്മെൻറ്റിന് വേണ്ടി മാത്രം ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ അങ്ങനെ റൈറ്റ് ഹാൻഡ് സൈഡിനെ അങ്ങനെ എഴുതി. അടുത്തതായിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 ഡെറിവേറ്റീവ് ഓഫ് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ടൈം. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു ഫോമിലോട്ട് മാറും. ഓക്കെ, ഒരു അടുത്തതായിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് ഡെറിവേറ്റീവ് ആണെങ്കിൽ എന്ത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനെ ഈ ഫോമിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ മുമ്പേ കണ്ട റൈറ്റ് ഹാൻഡ് സൈഡിന് ഈ ഇക്വേഷനകത്ത് ഞാൻ ഇസഡ് ഈക്വൽ ടു ഞാൻ ഇസഡ് ഈക്വൽ ടു 0 എന്നും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ടൈം പോയി മുന്നോട്ട് വരുന്ന എല്ലാ ടൈം പോയി. അപ്പോൾ മിച്ചമുള്ളത് ഈ ടൈം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതിന് പകരം ഈ കിട്ടിയ ഫോം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. then e raised to x into n derivative with respect to x raised to n e raised to minus x equal to n factorial into ln of x, അല്ലെങ്കിൽ ln of x equal to ഈ n factorial ഇങ്ങോട്ട് മാറ്റുന്നു, e raised to x by n factorial into ഈ ടൈം. അപ്പോൾ ഇതാണ് റോഡ്രിഗസ് ഫോർമുല. ഇത് ഉപയോഗിച്ച് L0 of x L2 of x ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. L0 of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും equal to 1 എന്ന് എഴുതും. L1 of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ e raised to x by 1 factorial into derivative derivative with respect to x into e raised to minus x എന്ന് വരും. അപ്പോൾ equal to e raised to x by 1 factorial into e raised to minus x into derivative of x, അപ്പോൾ 1 plus x into derivative e raised to minus x, അപ്പോൾ ഇതിനൊരു e raised to minus x into minus 1 എന്ന് വരും. അപ്പോൾ മൈനസ് x e raised to minus x, അപ്പോൾ രണ്ടിടത്തും e raised to minus x ഉണ്ട്, അതിനെ കോമൺ ആയിട്ട് എടുക്കുന്നു, e raised to x ആയിട്ട് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ അതൊരു 1 minus x എന്ന് കിട്ടും. ഓക്കെ, L2 of x എന്ന് പറയുന്നത് ഈ ഫോർമാറ്റ്. അടുത്തത് റിക്കറൻസ് റിലേഷൻസ്. റിക്കറൻസ് റിലേഷൻസ് ഒരു എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കൂടെ റിക്കറൻസ് റിലേഷൻ ഉണ്ട്. അതിന് ഫോളോ ചെയ്യുന്നൊരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. അതായത് ആദ്യം ഒന്നെങ്കിൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ, മിക്കവാറും ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്നോ ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു റിക്കറൻസ് റിലേഷനിൽ നിന്നോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റിക്കറൻസ് റിലേഷൻ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. n plus 1 ln plus 1 of x to n plus 1 minus x ln of x minus n into n minus 1 of x. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ജനറേറ്റീവ് ഫംഗ്ഷനിൽ നിന്നോ റിക്കറൻസ് റിലേഷനിൽ നിന്നോ ആയിരിക്കും തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫസ്റ്റ് റിക്കറൻസ് റിലേഷനാണ്. വേറെ
നമുക്ക് വേറെ ഒരു റിക്കറൻസ് റിലേഷൻ അറിയത്തില്ല. അപ്പോൾ നമ്മൾ ജനറേറ്റീവ് ഫംഗ്ഷനിൽ തന്നെ തുടങ്ങണം. ഓക്കെ, രണ്ടാമതായിട്ട് ഈ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. ഇതാണ് നമ്മുടെ ജനറേറ്റീവ് ഫംഗ്ഷൻ. ഇതിനകത്ത് ln ഓഫ് എക്സ് ഇൻറ്റു ഇസഡ് റേസ് ടു n എന്ന് മാത്രമേ കിടപ്പുള്ളൂ. അപ്പോൾ ഇതിനെ ഇവിടെ ln+1 ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ln-1 ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്താണെങ്കിലും ഒരു ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഡെറിവേറ്റീവ് ഇവിടെ എക്സും ln എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ടേംസിലാണ്. അതുകൂടാതെ ഇസഡ് ടേംസും ഉണ്ട്. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എന്താണ് ചെയ്യേണ്ടത്, എക്സും ഉണ്ട്, ln ഓഫ് എക്സും ഉണ്ട്, ഇസഡ് റേസ് ടു എന്നും ഉണ്ട്, രണ്ട് ടേംസ് ഉണ്ട്, രണ്ട് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് റിക്കറൻസ് റിലേഷൻ നോക്കിയാൽ മനസ്സിലാവും. കാരണം ഇവിടെ എല്ലിനെ നമുക്ക് ഡെറിവേറ്റീവുകളൊന്നും എടുത്തിട്ടില്ല, എൽ ഡാഷെന്നോ അങ്ങനെയൊന്നും കിടപ്പില്ല. അപ്പോൾ എൽ ഡാഷിന് കിടപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എൽ എടുത്തിട്ടില്ല, അല്ല എക്സ് എടുത്തിട്ടില്ല, വിത്ത് റെസ്പെക്ട് ടു ഇസഡാണ് ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് സ്റ്റെപ്പ് 3യിൽ നമ്മുടെ ഇതിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് വരേണ്ട മാറ്റങ്ങൾ. അപ്പോൾ അത് ഓരോ റിക്കറൻസ് റിലേഷനിലും പല പല ചേഞ്ചസ് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ എന്തുകൊണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഡിവൈഡ് ചെയ്യേണ്ടതായിരിക്കും വരുന്നത്, ചിലപ്പോൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യണമായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ റീഅറേഞ്ച് ചെയ്യുക, ഉത്തരത്തിലെത്തിക്കുക. റിക്കറൻസ് റിലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യമേ ജനറേറ്റീവ് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേനും ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇതിനെ ഫസ്റ്റ് ടൈം എന്ന് വിളിച്ചു. അപ്പോൾ ഇതിൻ്റെ 1 - ഇതിൻ്റെ ഡെറിവേറ്റീവ് 1/1 - z² പ്ലസ് സെക്കൻഡ് ടൈം അതുപോലെ തന്നെ എഴുതി ഡെറിവേറ്റീവ് ഓഫ് ഇത് e⁻⁻x - 1 - z ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z. അപ്പോൾ -x/1 - z² ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് സമ്മേഷൻ ഓവർ n ln ഓഫ് എക്സ് ഇൻറ്റു n ഇൻറ്റു z റേസ് ടു n-1. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് 1 - z² വെച്ച്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഒറ്റ കാര്യം കൂടെ, എന്തിനാണ് ഓക്കെ ഈ സ്റ്റെപ്പിൻ്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്തിനാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഫോമിലാക്കണം. ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഫോമിലാക്കാൻ വേണ്ടിയാണ് ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ ln+1 ഓഫ് എക്സ് എന്ന് പറയുന്നതും ഒരു ജനറേറ്റീവ് ഫംഗ്ഷനിലെ ടൈം ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ജനറേറ്റീവ് ഫംഗ്ഷൻ്റെ ഫോമിൽ വന്നാലേ എനിക്ക് ln+1 ഓഫ് എക്സ് അല്ലെങ്കിൽ ln ഓഫ് എക്സ് എന്ന് നമുക്ക് ആ ഡെറിവേറ്റീവ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ടേംസിനെ എനിക്ക് ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തിരിച്ച് എനിക്ക് ജനറേറ്റീവ് ഫംഗ്ഷൻ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അതായത് എനിക്ക് ln ഓഫ് എക്സ് പിന്നെ കൊണ്ടുവരണം. ആ ഇക്വേഷൻ്റെ അകത്ത് ln ഓഫ് എക്സ് കൊണ്ടുവന്നാൽ എനിക്ക് വേണ്ട റിക്കറൻസ് റിലേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ 1 - z² വെച്ച് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടുന്ന ടൈം ഇതാണ്. ഓക്കെ, ഈ ടൈം ക്യാൻസൽ ചെയ്ത് പോകും. 1 - z² വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ക്യാൻസലായി പോകും. പിന്നെ കിട്ടുന്ന ഈ ടൈം ഇതാണ്. ഇതെന്ന് പറയുന്നത് 1 - z ഇൻറ്റു ln ഓഫ് എക്സ് z റേസ് ടു n ആണ്. അപ്പോൾ എനിക്ക് റിക്കറൻസ് റിലേഷൻ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലേ. അപ്പോൾ അതാണ് പർപ്പസ്. ഓക്കെ, 1 - z² ക്യാൻസൽ മൾട്ടിപ്ലൈ ചെയ്തതിന് അത് ക്യാൻസൽ ചെയ്ത് പോകും. അതിനെ എനിക്ക് പിന്നെ ln ഓഫ് എക്സിൻ്റെ ടൈംസിൽ ജനറേറ്റീവ് ഫംഗ്ഷൻ്റെ ടൈംസിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 1 - z ഇൻറ്റു ln ഓഫ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു ln ഓഫ് എക്സ് മുമ്പ് പറഞ്ഞ പോലെ മിച്ചമുള്ള ടൈംസ് ഇൻറ്റു ln ഓഫ് എക്സ് എന്ന് വരും. 1 - z² ഇൻറ്റു സമ്മേഷൻ ln ഓഫ് എക്സ് ടു n ഇൻറ്റു z മൈനസ് n-1. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഇവിടെ ഇത് രണ്ട് ln ഓഫ് എക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്ത് 1 - x - z എന്നാക്കുന്നു. ഇത് രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ 1 - x
1 മൈനസ് എക്സ് മൈനസ് ഇസഡ് കോമൺ ആയിട്ട് എടുക്കുന്നു ഈക്വൽ ടു ഈ 1 മൈനസ് ഇസഡ് സ്ക്വയറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു 1 മൈനസ് 2x പ്ലസ് ഇസഡ് സ്ക്വയർ കാരണം നമുക്ക് വേണ്ട ടേംസ് ആയിട്ടില്ല അതുകൊണ്ട് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുന്നു എക്സ്പാൻഡ് ചെയ്തിട്ട് ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു ഓക്കെ ഇപ്പോൾ 1 മൈനസ് എക്സ് മൈനസ് ഇനി ഈ സെഡിനെ അതായത് എനിക്ക് വേണ്ട ഇക്വേഷൻ്റെ അകത്ത് എൽ എൻ പ്ലസ് 1 വേണം ഓക്കെ അങ്ങനെ പല ടൈംസും വേണം എൻ മൈനസ് 1 വേണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇത് നോക്കുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് സെഡിനെ ഒന്നും കൂടി ഇതിൻ്റെ കൂടെ എഴുതി ഓക്കെ ഇതിൻ്റെ ഈ സെഡിൻ്റെ കൂടെ ആക്കി ഓക്കെ അപ്പോൾ 1 മൈനസ് എക്സ് ഇൻറ്റു എൽ എൻ ഓഫ് എക്സ് ഇസഡ് റേസ് ടു എൻ മൈനസ് summation of ln of x in z raised to n plus 1 equal to n into ഇവിടെ നോക്കുക n into ഈ ടൈം n into ഈ ടൈം ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും 2z n into z raised to n minus 1 വരും അപ്പോൾ ഈ സെഡിനെ ഇങ്ങോട്ട് ഈ സെഡിൻ്റെ കൂടെ കൂട്ടിയാൽ z raised to n ആവും അപ്പോൾ 2n into ln of x into z raised to n പ്ലസ് z സ്ക്വയർ ഇങ്ങോട്ട് ആഡ് ചെയ്താൽ z raised to n plus 1 ആയി ln of x ആയി ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ z raised to n-ൻ്റെ z raised to n-ൻ്റെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ് z raised to n-ൻ്റെ നമുക്ക് കിട്ടിയ ഫോമിൻ്റെ z raised to n-ൻ്റെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട റിലേഷനിലേക്ക് മാറ്റുക അപ്പോൾ ഇവിടെ നോക്കിയാൽ z raised to n-ൻ്റെ കോഎഫിഷ്യൻറ്റിനെ ഇക്വേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ z raised to n-ൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ z raised to n-ൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താണ് 1 മൈനസ് എക്സ് ഇൻറ്റു ln of x ആണ് അതിനെ അങ്ങ് എഴുതി മൈനസ് ഇവിടെ z raised to n-ൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താണ് z raised to n plus 1-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ln of x അപ്പോൾ z raised to n-ൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് ln മൈനസ് 1 of x ആയിരിക്കണം അപ്പോൾ തൊട്ട് പുറത്തെ ടൈം ln മൈനസ് ഓഫ് എക്സ് ആക്കി ഈക്വൽ ടു n ഇൻറ്റു z raised to n മൈനസ് 1 ആണ് അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ln of x അപ്പോൾ z raised to n എന്ന് പറഞ്ഞാൽ n-ൻ്റെ കോഎഫിഷ്യൻറ്റ് വേണമെങ്കിൽ തൊട്ടടുത്ത ടൈം ആയിരിക്കും അപ്പോൾ n പ്ലസ് 1 ഓഫ് എക്സ് ആയിരിക്കും n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു ln പ്ലസ് 1 ഓഫ് എക്സ് ആയിരിക്കും ഓക്കെ മൈനസ് ഇവിടെ z raised to n-ൻ്റെ കോഎഫിഷ്യൻറ്റ് 2n ഇൻറ്റു അതുപോലെ തന്നെ ഇവിടെ z raised to n പ്ലസ് 1-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ln അപ്പോൾ ഒരു ടേം പുറകിലത്തെ ആയിരിക്കണം അപ്പോൾ n മൈനസ് 1 ഇൻറ്റു ln മൈനസ് 1 ഓഫ് എക്സ് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഫൈനൽ ഫോം കിട്ടുന്നു ഓക്കെ അതുപോലെ തന്നെ 2 റിക്കറൻസ് റിലേഷൻസും കൂടെ ഉണ്ട് അതും ഇത് പറഞ്ഞ ഫോർമാറ്റാണ് ഇപ്പോൾ ഇവിടെ ln ഡാഷ് ഓഫ് എക്സ് ഉണ്ട് അപ്പോൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കണമെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ ലോജിക്ക് വെച്ച് ചെയ്യാൻ നോക്കുക ഓക്കെ ഇവിടെ അതുപോലൊക്കെ തന്നെ അടുത്തത് ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി of ln of x. So Laguerre polynomial doesn't have direct orthogonal relation ഇല്ല പക്ഷേ ഒരു ഫംഗ്ഷൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് വരുന്നത് ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫംഗ്ഷൻ പറഞ്ഞു ഈക്വൽ ടു മൈനസ് എക്സ് ബൈ 2 ln of x എന്ന് പറഞ്ഞു അതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഓർത്തോ നോർമാലിറ്റി കണ്ടീഷൻ എടുക്കുന്നത് അപ്പോൾ ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറസ് ടു മൈനസ് എക്സ് ബൈ 2 ln of x അപ്പോൾ നമുക്കറിയാം ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ln of x-ഉം lm of x-ഉം ഉണ്ട് ആ രണ്ടിൻ്റെയും കൂടെ n ഈക്വൽ അല്ലെങ്കിൽ അല്ല n m ഈക്വൽ ആണെങ്കിൽ എന്ത് കിട്ടും അതാണല്ലോ ഓർത്തോഗണാലിറ്റി കണ്ടീഷനകത്ത് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി ഈ ഫൈ n of x-നെയും ഫൈ m of x എന്ന് പറഞ്ഞാൽ ഫൈ m of x എന്ന് പറഞ്ഞാൽ വേറൊരു ഫംഗ്ഷനോട് ഡിഫൈൻ ചെയ്തു എന്നിട്ട് അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ ഫൈ എം ഓഫ് എക്സും ഫൈ എൻ ഓഫ് എക്സും എടുത്തു മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ റെസ്റ്റ് മൈനസ് എക്സ് എം ഓഫ് എക്സ് ഇൻറ്റു റെസ്റ്റ് മൈനസ് എക്സ് ബൈ 2 ln of x dx ഈക്വൽ ടു ഡെൽറ്റ എൻ എം എന്നാണ് ഇവർ പറയുന്നത് ഓക്കെ അപ്പോൾ അത് പ്രൂവ് ചെയ്യണം ക്രോണക്കൽ ഡെൽറ്റ ആണ് എൻ എം ഈക്വൽ അല്ലെങ്കിൽ എൻ എം ഈക്വൽ അല്ലെങ്കിൽ 0 ഈക്വൽ ആണെങ്കിൽ 1 അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഈ ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്താൽ ഇ റെസ്റ്റ് മൈനസ് എക്സ് lm of x into ln of x dx equal to ക്രോണക്കൽ ഡെൽറ്റ mn ഓക്കെ അടുത്തതിൻ്റെ പ്രൂഫ്
ഓക്കെ, അത് റോഡ്രിഗസ് ഫോർമുലയിൽ നിന്നാണ് പ്രൂഫ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റോഡ്രിഗസ് ഫോർമുല അറിയാം. ln of x equal to e raised to x divided by n factorial n ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് റേസ് ടു n ഇൻറ്റു e raised to minus x. ഓക്കെ, ആദ്യമേ ഇ raised to എക്സിനെ അപ്പുറത്തോട്ട് മാറ്റിയപ്പോൾ e raised to minus x ആയി. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ നമുക്ക് കിട്ടേണ്ട റിലേഷനിലേക്ക് ഡയറക്റ്റായിട്ട് പോവുകയാണ്. ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എടുക്കുക. ഓക്കെ, e raised to minus x ആദ്യമേ e raised to minus x ln of x ഇവിടെ e raised to minus x ln of x കണ്ടുപിടിക്കാൻ പോവാണ് ഇവിടെ. അപ്പോൾ അടുത്തായിട്ട് ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എടുക്കുക. ഇനി എമ്മിൻ്റെ ടൈം കൂടെ വരുത്താൻ വേണ്ടി ഒരു എക്സ് റേസ് ടു എമ്മിനെ രണ്ടിടത്തും ഈ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു ആ ഇൻ്റഗ്രാൻഡിൻ്റെ കൂടെ. ഓക്കെ, ഒരു എക്സ് റേസ് ടു എം മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ. അടുത്തതായിട്ട് ഇൻറ്റിഗ്രേറ്റിംഗ് ബൈ പാർട്സ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് റേസ് ടു എം നടക്കുക ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷനാണ് ഇത്. ഇതിൽ ഈ ഡെറിവേറ്റീവ് ഇടാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, 1/n ഫാക്ടോറിയൽ എടുത്ത് പുറത്തിട്ടു. ഓക്കെ, 1/n ഫാക്ടോറിയൽ പുറത്തിട്ടു. ഇൻറ്റഗ്രൽ സെക്കൻഡ് ടൈം മൈനസ് ഇൻറ്റഗ്രൽ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് അപ്പോൾ എം ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് 1 വരും ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഈ സെക്കൻഡ് ടൈം. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എത്ര തവണ ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടി വരും? n ടൈംസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഇൻറ്റിഗ്രേഷൻ എവിടം വരെ? ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. ഈ ടേം ഇൻറ്റിഗ്രൽ 0 to ഇൻഫിനിറ്റി ആണ്. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഫസ്റ്റ് ടേം 0 ആയിപ്പോകും. ഓക്കെ, കാരണം ഈ റെസ് ടു മൈനസ് ഇൻഫിനിറ്റി ഒക്കെ വരുന്നതുകൊണ്ട് ഈ റെസ് ടു അപ്പർ ലിമിറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേനും എക്സ് 0 ആയതുകൊണ്ട് അത് പോയി. ലോവർ ലിമിറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേനും അപ്പർ ലിമിറ്റ് എന്ന് പറയാൻ ഇൻഫിനിറ്റി ആണല്ലോ. അപ്പർ ലിമിറ്റ് ഈ റെസ് ടു മൈനസ് ഇൻഫിനിറ്റി ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഈ റെസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. അപ്പോൾ ആ ടൈം ഈ ഇൻറ്റഗ്രലിൻ്റെ അകത്തെ ടൈം അങ്ങ് 0 ആയിപ്പോവും. അപ്പോൾ ആ ടൈം 0 ആയിപ്പോയി. ലോവർ ലിമിറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേനും മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. ഓക്കെ, അതുകൊണ്ട് ലോവർ ലിമിറ്റ് 0 ആയിപ്പോയി. അപ്പോൾ ഈ ഫസ്റ്റ് ഇത്രയും ടൈം 0 ആയിപ്പോയി. അടുത്ത മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഇത്രയും ടൈംസ് ഇനി മിച്ചമുള്ളൂ. ഓക്കെ, ഒരു എല്ലാത്തിൻ്റെ കൂടുതൽ മൈനസ് വരും. ആ മൈനസിനെ അതിൻ്റെ കാര്യം പറയാം. ഓക്കെ, ആ മൈനസ് ഓക്കെ, അടുത്ത് ഇതിനെ പിന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എത്ര തവണ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എം ഇൻറ്റു എം അടുത്ത ഇൻറ്റിഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഫസ്റ്റ് ടൈം എന്താണല്ലോ 0 ആയിപ്പോൾ മൈനസ് സെക്കൻഡ് ടൈം ആണ് വരുന്നത്. ഓക്കെ, എം ഇൻറ്റു എം മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് 2 എന്ന് വരും ഈ ഫസ്റ്റ് ടൈമിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ അതെങ്ങനെ എവിടം വരെ തുടർന്ന് പോകാം? എം ഇൻറ്റു എം മൈനസ് 1 ഇൻറ്റു അപ് ടു 1 വരെ വരാം. ഓക്കെ, ഈ ടൈം എം ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, എക്സ് റേസ് ടു എമ്മിനെ എം ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓക്കെ ഒരു കോൺസ്റ്റൻ്റ് വാല്യൂയിൽ അപ് ടു 1 വരെ വന്ന് നിൽക്കും. ഓക്കെ, അതായത് എം തൊട്ട് 1 വരെ ഈ കോൺസ്റ്റൻറ്റ് ടൈംസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്ത തവണ എമ്മിന് ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇൻറ്റു 0 ആയിപ്പോവും. ഓക്കെ, അപ്പോൾ ആ ടൈംസ് ഫുൾ 0 ആയിപ്പോവും. അതുകൊണ്ട് എത്ര തവണ വരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? എം ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ 0 ആയി പോകാത്ത എം ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എം ഫാക്ടോറിയൽ, അതായത് സേഫായിട്ട് 0 ആകാതെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത് എം ടൈംസ് ആണ്. ആ എം ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എം ഫാക്ടോറിയൽ എന്നൊരു ടൈം ആയിരിക്കും എക്സ് റേസ് ടു എമ്മിന് പകരം കിട്ടുന്നത്. ഇതിൻ്റെ സ്ഥാനത്ത് എം തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എം ഫാക്ടോറിയൽ ആയിരിക്കും കിട്ടുന്നത്. ആ എം ഫാക്ടോറിയൽ എടുത്ത് കോൺസ്റ്റൻ്റ് എടുത്ത് പുറത്തിട്ടു. മൈനസ് എത്ര തവണ വരും? ഓക്കെ, ആ മൈനസ് എൻ ടൈംസ് വരും. ആ മൈനസ് 1/n മൈനസുകളുണ്ട്. കാരണം മൈനസ് ഇൻറ്റഗ്രൽ ഡെറിവേറ്റീവ് ഈ മൈനസുകളാണ്. ഓക്കെ, ഫസ്റ്റ് ടൈംസ് എല്ലാത്തിൻ്റെ കേസിൽ 0 ആയിരിക്കും. കാരണം e റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ടൈംസ് എല്ലാ ടൈംസിലും 0 ആയിപ്പോൾ. ഓക്കെ,
ഇനി ഇൻറ്റഗ്രൽ 0 to infinity. ഇപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഡെറിവേറ്റീവ് ഈ ടേമിൻ്റെ ഇൻറ്റഗ്രൽ എടുക്കുന്നു. അപ്പോൾ എം ടൈംസ് ഇൻറ്റഗ്രേറ്റ് എം ടൈംസ് ഈ സെക്കൻഡ് ടൈം എം ടൈംസ് ഈ സെക്കൻഡ് ടൈമിനെ എം ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ തവണയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഈ ഡിഫറൻസിയേഷൻ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ എം ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എൻ മൈനസ് എം എന്ന് വരും. മിച്ചം കിടക്കുന്ന എൻ മൈനസ് എം ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ ഇൻറ്റു എ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് വരും. ഈ ടൈം ഈ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എൻ എമ്മിലും കൂടുതലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ സേഫ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, എം ഫാക്ടോറിയൽ എം ഇൻറ്റു എം മൈനസ് 1 അപ് ടു 1 വരെ സേഫ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഇവിടെ നിൽക്കുമോ? അത് എന്നും എം ഈക്വൽ ആണെങ്കിൽ അങ്ങനെ പറ്റും. ഓക്കെ, പക്ഷേ എൻ അതിലും കൂടുതലാണെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഇനിയും പല വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരും. പല വട്ടം ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ടേംസിൻ്റെ അകത്തൂടെ അടുത്ത എക്സ് റൈസ് ടു എമ്മിൻ്റെ ഇതിൻ്റെ എക്സ് റൈസ് ടു എമ്മിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എടുക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എം ലെസ് ദാൻ എൻ. ഓക്കെ, അതായത് എക്സ് സ്ക്വയറിൻ്റെ തേർഡ് ഡെറിവേറ്റീവ് എടുക്കുന്ന പോലെ, അതെന്താണ് 0 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ടു 0 ഇഫ് എൻ ഗ്രേറ്റർ ദാൻ എം. കാരണം ആ ഇൻറ്റഗ്രലിൻ്റെ അകത്ത് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ അകത്ത് ഈ ടൈം 0 ആയിപ്പോവും. അപ്പോൾ മൊത്തം 0 ആയിപ്പോവും. ഇത് ഓൾറെഡി 0 ആണ്, ഫസ്റ്റ് ടൈം ഓൾറെഡി 0 ആണ്, ഇതും 0 ആയിപ്പോവും. അപ്പോൾ ഈക്വൽ ടു 0 എന്ന് പറയാം. കാരണം എൻ ഗ്രേറ്റർ ദാൻ എം ആണെങ്കിൽ നമ്മുടെ ഈ ഫംഗ്ഷൻ ഈക്വൽ ടു 0 ആണ്. സിമിലർലി ഞാനിതിനെ നേരെ തിരിച്ചു. ഈ എല്ലിന് പകരം എമ്മും എൽ എം ഓഫ് എക്സും എക്സ് റൈസ് ടു എന്നും ഓക്കെ ഇൻ്റർചേഞ്ച് ചെയ്തു. എന്നിട്ട് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ എം ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിലും ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, സെയിം പ്രോസസ്സ് തന്നെ. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? എമ്മും എന്നും ഈക്വൽ അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആണ്. എന്നും എം ഈക്വൽ അല്ലെങ്കിൽ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി വെച്ച് ഈക്വൽ ടു അത് ഓക്കെ പറയാം. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യാം. ഓക്കെ, അപ്പോഴത്തേന് എൽ എൻ ആൻഡ് എൽ എം ആർ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി എൻ ആൻഡ് എം ഇൻ എക്സ് റെസ്പെക്റ്റീവ്ലി വി ഗെറ്റ് ഈ രണ്ടിനെയും കൂടെ ക്ലബ് ചെയ്യും. ഓക്കെ, -x lm of x into ln of x dx equal to 0 if m not equal to n. അതാണല്ലോ നമ്മുടെ ഓർത്തോഗണാലിറ്റിയുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഡെൽറ്റ എം എൻ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എം എൻ ഈക്വൽ അല്ലെങ്കിൽ 0 ആയിരിക്കണം. അതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. അടുത്തതായിട്ട് എം എൻ ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും എന്ന് നോക്കുക. ഓക്കെ, മുമ്പേ പറഞ്ഞു ഫ്രം ഇത് 1 എന്ന് പറയുന്നത് നമ്മുടെ ഈക്വേഷൻ ln of x റോഡ്രിഗസ് ഫോർമുല. It's obvious that the term of degree n in ln of x is ഇതെന്താണെന്ന് പറയാം. കാരണം L2 of x നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 2 - 4x പ്ലസ് എക്സ് സ്ക്വയർ എന്നായിരുന്നു. ഓക്കെ, 2 - 4x പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ത് ഡിഗ്രി ടേം L2 of xൻ്റെ അകത്തെ എന്ത് ഡിഗ്രി ടേം ആരാണ്? എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, എക്സ് സ്ക്വയർ ആണ്. ആ ടേമിനെയാണ് ഇവിടെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ L2 of x എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അപ്പോൾ നമുക്കിവിടെ എന്നിൻ്റെ പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. -1 സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2
ഫാക്ടോറിയൽ. അത് തന്നെയല്ലേ ഈ ടൈം എന്ത് ഓർഡറുള്ള ടൈം എക്സ് സ്ക്വയർ ഇൻറ്റു -1 സ്ക്വയർ 1 ആണ്, ഇൻറ്റു 1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ഒരു കോമൺ 2 ഫാക്ടോറിയൽ ഉണ്ട്, ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ, അത് ഇൻറ്റിഗ്രേഷൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇതിനിങ്ങനെ തന്നെ. കാരണം ഈ ടൈം മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. കാരണം നമ്മൾ അത്രയും തവണ ഇതിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഈ എക്സ് സ്ക്വയർ ഈ ടൈമിനെ 2 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വാലിഡായിട്ട് വരുന്ന ടൈം ഇയാൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും നേരത്തെ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവിലോ ഫസ്റ്റ് ഡെറിവേറ്റീവ് തന്നെ ഈ 2 ടൈംസ് 0 ആയി പോകും. അതുകൊണ്ട് വാലിഡായിട്ടുള്ള ടൈം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ എടുത്ത് ഇൻറ്റിഗ്രേഷൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി എടുത്ത് ഇങ്ങനെ എഴുതി ഇട്ടു. ഓക്കെ, നമുക്ക് എന്നാ വേണ്ടത്? ഇൻറ്റിഗ്രൽ 0 to ∞ e⁻⁻6 m എന്ന് ഈക്വലാണ്. അതുകൊണ്ട് ln of x whole square equal to -1/n n ഫാക്ടർ ഇൻറ്റു. ഓക്കെ, നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒരു lnന് പകരം ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റിഗ്രൽ 0 to ∞ e⁻⁻6 x⁻n ln of x. ഓക്കെ, ഒരു lnന് പകരം ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ x⁻n ln of x. അടുത്തതായിട്ട് ഇൻറ്റിഗ്രേറ്റിംഗ് അടുത്ത ln of x എന്താണെന്ന് നമുക്കറിയാം. റോഡ്രിഗസ് ഫോർമുലയിൽ നിന്ന് ln of x എന്താണെന്ന് അറിയാം. അതായത് അത് e⁻x ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു ഈ ടൈമാണ്. ഓക്കെ, അപ്പോൾ ln of x-നെ റോഡ്രിഗസ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻറ്റിഗ്രേറ്റിംഗ് ബൈ പാർട്സ് ചെയ്യുന്നു. ഓക്കെ, മുമ്പേ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അകത്ത് e⁻⁻x ഉണ്ട്, ഇവിടെ e⁻x ഉണ്ട്. അപ്പോൾ അത് 1 ആയി പോകും. n ഫാക്ടോറിയൽ എടുത്ത് പുറത്തിടാം. അപ്പോൾ n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ സ്ക്വയർ ആവും. ഓക്കെ, അടുത്തതായിട്ട് x⁻n ഇൻറ്റു d ബൈ dx⁻n ഇൻറ്റു x⁻⁻6. ഇതിനെ ഇൻറ്റിഗ്രൽ 0 to ∞ ചെയ്യണം. ഇതുപോലെ തന്നെ ഒരു ഫോർമാറ്റാണ് നമ്മൾ തൊട്ട് മുമ്പേ ചെയ്തത്. പക്ഷേ ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്തു അതേ പ്രോസസ്സാണ്. പക്ഷേ ഇതിലെ എന്ത് വ്യത്യാസം? എന്നും എമ്മും ഈക്വലാണ്. ഓക്കെ, എന്നും എമ്മും ഈക്വൽ ആയതുകൊണ്ട് ഇത് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു m ഫാക്ടോറിയൽ ടൈം വരെ വരും, അതുവരെ കുഴപ്പമില്ല. പക്ഷേ n എമ്മിനേക്കാളും കൂടുതലാണെങ്കിൽ ഒരു ടൈമും കൂടെ വരും, ഒരു ഡിഫറൻസിയേഷൻ കൂടെ വരും. അപ്പോൾ 0 ആയി പോകും. അപ്പോൾ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അതുകൊണ്ട് എന്നും എമ്മും ഈക്വൽ ആകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. എന്നും എമ്മും ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ടു 0 എന്ന് വരും. അത് പറ്റത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണ്? എന്നും എമ്മും ഈക്വലാണ്. അപ്പോൾ ആ m ഫാക്ടോറിയൽ ടൈം വരെ വന്ന് ഡിഫറൻസിയേഷൻ നിൽക്കും. ഓക്കെ, ആ m ഫാക്ടോറിയൽ ടൈം വരെ ഡിഫറൻസിയേഷൻ വന്ന് നിൽക്കും. അപ്പോൾ എന്നും എമ്മും ഈക്വലാണ് ഇവിടെ. അതുകൊണ്ട് ആ m ഫാക്ടോറിയൽ ടൈം എടുത്ത് പുറത്തിട്ടു. ഓക്കെ, ഇതിനെ എത്ര തവണ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം? n ടൈംസ് തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്? എന്നും എമ്മും ഈക്വലാണ്. അതുകൊണ്ട് n ടൈംസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോഴത്തേനും ഈ ഡിഫറൻസിയേഷൻ അങ്ങ് പോയി. n ടൈം ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിയുന്നതിന് ഈ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻസിയേഷൻ ഓഫ് ഓർഡർ n അങ്ങ് പോയി. അപ്പം മിച്ചം ഉള്ളത് ഇൻറ്റിഗ്രൽ 0 to ∞ x⁻n e⁻⁻6 dx. ഓക്കെ, ഇത് ഇൻറ്റിഗ്രേറ്റിംഗ് ബൈ പാർട്സ്. ഓക്കെ, ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. ഫസ്റ്റ് ടൈം മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണല്ലോ. അപ്പോൾ ഈ ടൈം e⁻∞ ഒക്കെ വരുന്നതുകൊണ്ട് അതങ്ങ് 0 ആയി പോകും. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ടൈം 0 ആയി പോകും. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടൈം, അതായത് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് x⁻n ആണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ അതിനെ n ടൈംസ് ഡെറിവേറ്റീവ് എടുത്ത് കഴിയുന്നതിനും ഒരു n ഫാക്ടോറിയൽ വരും. അപ്പോൾ അതിനെടുത്ത് പുറത്തിട്ടു. ഓക്കെ, അതാണ് ഈ കിടക്കുന്നത്. ഇനി ഇതിനെ എത്ര പ്രാവശ്യം ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം? n ടൈംസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ സെക്കൻഡ് ടൈമായ ഇയാൾ n ടൈംസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് n ടൈംസ് അതിനെ n ടൈംസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ അതും പോയി. മിച്ചമുള്ള ഇത് അതിനെ ഇൻറ്റിഗ്രൽ 0 to ∞ ചെയ്യുക. അവസാനത്തെ ഇൻറ്റിഗ്രൽ 0 to ∞ ആണ് ഇത്. അത് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ n ഫാക്ടോറിയൽ
minus 1 raised to 2n divided by n factorial divided by n factorial square into ഇത് n factorial ആണ്. ഓക്കെ, ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ n factorial ആണ്. ഓക്കെ, ഇൻറ്റു n factorial equal to 1. അപ്പോൾ n factorial സ്ക്വയർ ഉണ്ട്, ഇവിടെ n factorial സ്ക്വയർ ഉണ്ട്, ക്യാൻസൽ ചെയ്തു. മൈനസ് 1 raised to 2n 1 തന്നെയാണ്, അപ്പോൾ ഈക്വൽ ടു 1. ഇപ്പോൾ നമ്മുടെ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ സ്പെഷ്യൽ ഫങ്ഷൻസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ തീരുവാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി കുറച്ച് നിങ്ങളുടെ സിലബസിൻ്റെ കൂടെയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതിൻ്റെ അകത്ത് 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ബീറ്റ ഓഫ് ഹാഫ് ഈസ് ഈക്വൽ ടു പൈ. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാന്ന് ചോദിച്ചാൽ ബീറ്റയും ഗാമയും തമ്മിലെ റിലേഷൻ ബീറ്റ എം എൻ ഈസ് ഈക്വൽ ടു ഗാമ എം ഗാമ എൻ ഇവിടെ ബൈ ഗാമ എം പ്ലസ് എൻ വെച്ച് പ്രൂവ് ചെയ്യാം. കാരണം അപ്പോൾ ഇങ്ങനെ ഒരു ഗാമ ഹാഫ് ഡിവൈഡ് ബൈ ഗാമ 1. ഓക്കെ, അപ്പോൾ ഗാമ ഹാഫ് എന്താണ്, റൂട്ട് പൈ ഇൻറ്റു റൂട്ട് പൈ ഡിവൈഡ് ബൈ ഗാമ 1 ആണ്, ഈക്വൽ ടു പൈ എന്ന് വരും. പക്ഷേ ഇതൊരു 2 പേജിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പം ഗാമ 1 എങ്ങനെയാണ് 1 ആകുന്നതെന്നും കൂടെ പ്രൂവ് ചെയ്യണം. അത് ആ ഇക്വേഷനകത്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാണിക്കണം. ഓക്കെ, ഷോ ദാറ്റ് ഗാമ എൻ ഈസ് ഈക്വൽ ടു ഗാമ എൻ പ്ലസ് 1 ഇതിൻ്റെ പ്രൂഫ് ഇൻറ്റു ബീറ്റ എം എൻ. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, ഡിഫൈൻ ലെജൻഡർ പോളിനോമിയൽ ആൻഡ് പ്രൂവ് ഇറ്റ്സ് ഓർത്തോഗണാലിറ്റി. ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് പ്രൂവ് ചെയ്യണം. ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷനാണ് ലെജൻഡർ പോളിനോമിയൽ. അപ്പോൾ അത് പ്രൂവ് ചെയ്യുക, അതിൻ്റെ ഓർത്തോഗണാലിറ്റി കണ്ടീഷനും പ്രൂവ് ചെയ്യുക, ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇത് പിന്നെ ലെജൻഡറിൻ്റെ തന്നെ പി എൻ ഓഫ് 1 ഈക്വൽ ടു 1 പി എൻ മൈനസ്. ഇത് നമ്മുടെ ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ നോട്ടിനകത്ത് കാണും. ഓക്കെ, നോക്കുക. അടുത്ത് H2n of 0 is equal to minus 1 raised to n 2 raised to n n factorial. ഇത് ഹെർമൈറ്റിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ക്ലാസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. ഹെർമൈറ്റ് പ്രൂവ് n+1 ln+1 of x. ഇത് ഇന്ന് കണ്ട ലാഗുറെ റിക്കറൻസ് റിലേഷനാണ് ഈ കിടക്കുന്നത്. അടുത്തത് പ്രൂവ് ബെസൽസ് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ 0 to 1 x into jn of x jn of beta x dx equal to 0. ഓക്കെ, പ്രൂവ് ഇത് രണ്ടും ഹെർമൈറ്റിനകത്ത് കണ്ടതാണ്. മൈനസ് എക്സ് കിട്ടും. ഇതൊക്കെ 1-2 സ്റ്റെപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് വേണം പോകാൻ. ഇതുപോലത്തെ ഇക്വേഷൻസ് എൻ ഓഫ് മൈനസ് എക്സ് വരുന്നത് പി എൻ ഓഫ് മൈനസ് എക്സ് വരുന്നത് മുമ്പേ കണ്ടു. അതുപോലെ പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് റെക്കൺസിലേഷൻ വരാം, അല്ലെങ്കിൽ ഓർത്തോഗണാലിറ്റി. അടുത്തത് ഒബ്റ്റെയിൻ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ലാഗുറെ ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ്. ഓക്കെ, ആദ്യം ലാഗുറയുടെ ഇന്ന് കണ്ടാണ് ലാഗുറയുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ഫൈൻഡ് ജെ ഹാഫ് ഓഫ് എക്സും ജെ 3/2 ഓഫ് എക്സും. ഇത് ബെസലാണ്. ഓക്കെ, ബെസലിൻ്റെ ഇത് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ,